അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിഞ്ച് കാമുകനും കാമുകിയുടെയും ഒരു അല്ലല്ല ഞാനത് അല്ലാതെ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനേക്കാളും എനിക്കിഷ്ടം ഈ പോലീസുകാരനും കാമുകിയാണ്. അത് കാമുകിയാണെന്ന് ഏറ്റവും അവസാനമാണ് അത് ഭയങ്കര ഡിസ്റ്റായിരുന്നു. അതെ, നമുക്ക് സ്കിറ്റ് വന്നപ്പോ ക്ലൈമാക്സ് ആയിരുന്നു പെട്ടെന്ന് നമ്മൾ ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമാക്സ് ആയിരുന്നു അതിന്റെ. ഈ ആമല 1-2 സ്കിറ്റുകളിൽ ഈ എന്തിനെങ്കിലും ഉള്ളിലേക്ക് വീഴുന്നത് ഉണ്ടാവുമല്ലോ. തള്ളിയിടുന്നത് സോന തള്ളിയിടുന്നു, അമല വീഴുന്നു. ഈ കിണറിക്ക് വീഴുന്നതുണ്ട്, പിന്നെ അമ്മാമ്മയായിട്ടിരിക്കുന്ന സമയത്ത് ഈ വിൻഡോയിലൂടെ വീഴുന്നതുണ്ട്, പിന്നെ വീഴ്ചയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല അത് തന്നെ വീഴ്ച. ഈ അത് കറക്റ്റ് ടൈമിങ്ങിന് അതിന്റെ ഉള്ളിൽ കൂടെ വീഴണ്ടേ നമ്മള്. അതിന് എത്ര പ്രാക്ടീസ് ഉണ്ടാവും? സത്യം പറഞ്ഞാൽ അത് ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ലല്ലോ. സാധാരണ അതാണ് വെച്ചാൽ ഒരിക്കലെങ്കിലും പ്രാക്ടീസ് നോക്കണം, എന്തെങ്കിലും പറ്റുന്നുണ്ടോ വീഴുന്നുണ്ടോന്ന്. അപ്പൊ അന്ന് അതിന്റെ തലേ ദിവസം പ്രാക്ടീസ് ചെയ്ത് കാണിക്കും. അപ്പം ഡയറക്ടറുടെ ഫ്രണ്ടിൽ നമ്മളൊന്ന് കളിച്ച് കാണിക്കണം. അപ്പൊ ഞാനിങ്ങനെ പറയുന്നു, പ്രോപ്പർട്ടി ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇവിടെ ഒരു കിണറുണ്ട്, അവസാനം ഇവിടെ ഇങ്ങനെ തള്ളിയിടും. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, കളിച്ചൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, കിണർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആ പ്രോപ്പർട്ടി എഴുതുന്ന ചേട്ടന് ദീപു ചേട്ടൻ എന്നാ പേര്. അപ്പോൾ ദീപു ചേട്ടൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി സ്കിറ്റും കാണുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പോൾ അവസാനം ഞാൻ ഡയറക്ടറോട് പറഞ്ഞ് അവസാനം കിണറ്റിൽ വീഴുന്നുണ്ടേ എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളി ഒരുമാതിരിയായി. കഴിഞ്ഞിട്ട് വേടാന്ന് പറഞ്ഞു, നീ കിണറ്റിൽ വീഴുന്ന കാര്യം പറയാത്തെന്താ, എന്താ നാളെ നീ എങ്ങാനും വീണ് കോമാ സ്റ്റേജിലായി ഞാൻ ആരോട് സമാധാനം, അകത്ത് ബെഡ് എന്തെങ്കിലും ഇടണം, അത് ഞാൻ പറഞ്ഞില്ല. അവസാനം പെട്ടെന്ന് നിന്ന നിപ്പിൽ ഒരു നോർമൽ ഒരു ബെഡ് പോലത്തെ ഒരു സാധനം അതിൻ്റെ അകത്ത് ഇട്ട് അതും കൂടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവസാനത്തെ സ്കിറ്റ് ആയിരുന്നു. അത് വീണു, എങ്ങോട്ടാ വീണത്, പിടിക്കാനൊന്നും ഇല്ലല്ലോ, നമ്മൾ പിടിക്കാൻ നോക്കത്തില്ലല്ലോ. എന്തോ ഭാഗ്യത്തിന് അതല്ല അതിനെക്കാട്ടിലും വലിയ കോമഡി സ്കിറ്റ് കഴിഞ്ഞ് ജഡ്ജ്മെന്റ് നിൽക്കുക. അപ്പം ഇവിടെ ഭയങ്കര വേദന, നെറ്റി ഭയങ്കര വേദന. അപ്പം ഞാൻ പറഞ്ഞ ഭയങ്കര വേദനയായിരിക്കുന്നു. അപ്പം ഇവർ എല്ലാരും ചേച്ചിയൊക്കെ പറഞ്ഞു, നീ അവൻ അത്ര ഇതിൽ തള്ളിയിട്ടോണ്ട് അവൻ ഇടിച്ച് വേദനിക്കും. നമ്മളത് നോക്കുന്നില്ലല്ലോ പവറായിട്ടാണോ അല്ലാതാണ്, അവള് നോർമലി അങ്ങ് തള്ളിയതാ. അപ്പൊ എനിക്ക് ഭയങ്കര തലവേദന. പറഞ്ഞിട്ടോ തലവേദന, കുറച്ച് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ നിൽക്കുക. അപ്പൊ ജഡ്ജ്മെന്റ് നടക്കുക. ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്തായിരിക്കും തലവേദന, കാരണം ഇങ്ങനെ വീണേ, പക്ഷെ ഫ്രണ്ടിലെ വേദന എന്തായിരിക്കും. കുറെ കഴിഞ്ഞപ്പോഴാലും അതിലൊരു സീനുണ്ട്, അതായത് ഇവളിങ്ങനെ തല്ലാൻ വരുമ്പോ മറ്റേ കോടാലി പോലത്തെ ഒരു സാധനം എടുത്ത് ഞാൻ ഇങ്ങനെ സംഭവം പ്രാക്ടീസ് ചെയ്തപ്പോ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി വെള്ളമില്ല, അത് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്ത. അതേ പവറിൽ ആ വെയിറ്റ് ഉള്ള സാധനം പട്ടേന്ന് ഞാൻ 2 അടി അടിച്ച് അതിന്റെ വേദനയായിരുന്നു. അന്ന് ഫ്ലോറിൽ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇവനത് ബോധം വന്നത്. ഫ്ലോർ വരെ എന്താ ഞാൻ ഇവനെ ഇടിച്ച് താഴെയിട്ട് എന്റെ വേദന. ഞാൻ അവര് എനിക്ക് സത്യം പറഞ്ഞ അന്നത്തെ ജഡ്ജ്മെന്റ് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കും എങ്ങനെയായിരിക്കും അതെ. ഇറങ്ങി കഴിഞ്ഞപ്പോ ഇവൻ ആദ്യം തലയിടിച്ചത് അതുകൊണ്ടാണ് ഈ നൈവം പറയുന്നേ. ഈ ജനലയുടെ ഉള്ളിൽ കൂടെ വീഴുന്നത് എങ്ങനെയാ? അത് ബാക്കില് ബെഡ് ഇട്ടിട്ടുണ്ട്. അതും പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടി ആ സമയത്തേ കിട്ടാറുള്ളൂ. ഇതുപോലെ വീഴുമ്പോഴൊക്കെ ഉള്ളതൊന്നും അവിടെ അപ്പോഴേ കിട്ടത്തുള്ളൂ. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ 1-2 ദിവസം മുമ്പ് കിട്ടും. ഈ പ്രീതിപ്പെടാൻ ഏറ്റവും അധികം ടഫുള്ള ജഡ്ജ് ആരാ നിങ്ങളുടെ അഭിപ്രായത്തില്? ഒറ്റ വാക്ക്. പുള്ളി അങ്ങനെ ചെറിയ തമാശകൾക്കൊന്നും അങ്ങനെ ചിരിച്ച്, പുള്ളി എന്ന് പറയുന്നത് ഒരുപാട് അതെ ഒരു ലെജൻഡ് ആണ് ഇൻ ടേംസ് ഓഫ് സ്റ്റേജ് പെർഫോമൻസ്. ഒരുപാട് കോമഡികൾ കണ്ടിട്ടും ചെയ്തിട്ടും വന്നതാണ്. അപ്പൊ പുള്ളിക്ക് ചെറിയ തമാശ ഏത് വഴി വന്നു എന്നുള്ളത് കറക്റ്റ് ആൾക്ക് പെട്ടെന്ന് കിട്ടും. നമ്മളിപ്പോ ഇതുവഴിയാണ് പോണെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇതുവഴി ആയിരിക്കും പോകാനുള്ളതെന്നൊക്കെ. ഇങ്ങനെ പോകത്തുള്ള ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഈ ചിലതൊക്കെ കൊണ്ടില്ല നമുക്ക് പേടിയാ. നമ്മള് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ വിഷ്ണുവിനോട് പറയും, വിഷ്ണുട്ടാ ഇവിടെ പിഷാരടി ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ പോയില്ല അങ്ങ് ചോദിക്കും. മഞ്ജു ചേച്ചി എങ്ങനെയാ? എല്ലാരും പാവല്ല, ആളെ ഇഷ്ടപ്പെടുത്താൻ ഇംപ്രസ് ചെയ്യാൻ പെട്ടെന്ന് എല്ലാം ആസ്വദിക്കുന്ന ആളാ. പെട്ടെന്ന് ചിരിയൊക്കെ വരും. ഈ ബിബിൻ ചേട്ടൻ നിങ്ങളുടെ അടുത്ത് ഒരു ഇംഗ്ലീഷ് വാക്കുകൾ പറയാറുണ്ടോ? എക്സ്ട്രാ ഓർഡിനറി. കഴിഞ്ഞ ഉടനെ എക്സ്ട്രാ ഓർഡിനറി, പിന്നെ എക്സ്ട്രാ വേഗൻസ, സൂപ്പ്. പുള്ളി സ്കിറ്റ് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ, കാരണം പുള്ളി ഇതുപോലത്തെ ഈ ഒരു ഇതിൽ നിന്നാണല്ലോ വന്നേ. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് സ്കിറ്റ് ആസ്വദിക്കും തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിന്ന് അറിയാതെ എന്ത് സ്കിറ്റ് കണ്ടാലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ അത് മൊത്തം എക്സ്പ്രസ് ചെയ്യും, വെളിയിലോട്ട് കാണിക്കും. അത് എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഈ കോട്ടയം എളുപ്പമാണോ? എളുപ്പമാണ് നമുക്ക്.
നമ്മുടെ സ്കിറ്റിൽ കൂടുതലും പറയുന്നത് ഒച്ചയും ബഹളവും ഇല്ലാതെ ഒരു ക്ലീൻ ഇങ്ങനെ ഒരു സ്കിറ്റ്. അത് 2-3 സ്കിറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേടാ. ഈ അമൽ പാട്ടിനെ സീരിയസ് ആക്കിയിട്ട് എടുക്കാത്തത് എന്താ? പാട്ട് ഞാൻ ഫസ്റ്റ് പാട്ടായിരുന്നു. അവൻ സീരിയസ് ആണ്. അവൻ ഞങ്ങള് സ്കിറ്റിന് കയറുന്ന സമയത്ത് എടാ ഫസ്റ്റത്തെ ഡയലോഗ് ഏതാന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഈ പാട്ടൊന്നും പഠിച്ചു. എനിക്ക് ഇതുവരെ സ്കിറ്റിന് വലിയ ടെൻഷൻ അടിച്ചിട്ടില്ല. ഞാൻ പാട്ടിനെ ടെൻഷൻ അടിക്കാറ്. അവർ പാടാൻ ചോദിക്കുന്ന പാട്ട് ഫസ്റ്റ് പാടുന്ന പാട്ടിനെ ടെൻഷൻ അടിക്കാറ്. സീരിയസ്ലി 4 മിനിറ്റ് സ്കിറ്റിന് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഈ 2 മിനിറ്റും ഇല്ല. ഒരു 4 വരി പാട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുക. കാരണം അത് ഫസ്റ്റ് ആയതുകൊണ്ടേ നന്നാക്കി പാടണം എന്നുള്ള രീതിയിൽ പേടിയാ. ഒരു പാട്ട് പാടി കേട്ടെ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഏത് പാട്ട് പാടാൻ പഠിക്കാം? സോനിയും പാടില്ലേ? തൊണ്ടയിൽ കിച്ച് കിച്ചായിരിക്കും. എത്ര എണ്ണം പാടിയിട്ടുണ്ടോ ടെലികാസ്റ്റ് വരാത്തല്ലോ. ചിലതൊക്കെ ഞാൻ തന്നെ പറയും വേണ്ട. ഒരു വട്ടം ഇതിന്റെ പാട്ട് പാടുന്നതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞത് ഇവര് നിർബന്ധിച്ചിട്ടേ മറ്റേ തീരത്ത് ചായുന്ന അത് ഞങ്ങൾ 2 കൂടെ പാടിയിട്ടുണ്ടായിരുന്നു. എന്റെ വോയിസ് വേറൊരു ടൈപ്പ് ഓഫ് ഇതാ, അതായത് ക്ലീൻ വോയിസ് അല്ല, ഈ കരകര കരകര എന്നുള്ള ഒരു സൗണ്ട്. അപ്പം ഈ പാട്ടില് എനിക്ക് പാട്ട് പാടാനുള്ള സൗണ്ട് കിട്ടത്തില്ലേ. ഒന്നെങ്കിൽ തീരത്ത് ചായ ഈ സൗണ്ട്, തീരത്ത് ചായുന്ന 2 ഇതുണ്ട്. ഒന്ന് ക്ലൂന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇവനുമായിട്ട് പാടണമെങ്കിൽ മറ്റേ സൗണ്ടിൽ പാടണമെന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തമ്മിൽ പാടിയപ്പോ തീരത്ത് ചായ ഞാൻ ഇങ്ങനെയാ നിന്നത്. എനിക്ക് ഹൈ പോകണമെങ്കിൽ ഞാൻ കുറച്ച് ലോ ആവണം. കാരണം എന്റെ മെയിൽ വോയിസ് ആയതുകൊണ്ട് എനിക്ക് അത്ര ഹൈ പോകത്തില്ല. അപ്പൊ എന്റെ മെയിൽ അവള് പിടിച്ചപ്പോ അവള് പിന്നെയും ലോ ആയി. അപ്പൊ അത് അങ്ങനെ പോയി. മഞ്ജു ചേച്ചി പക്ഷെ എന്റെ വോയിസ് പിടിച്ച് നീ ഇങ്ങനെ വെച്ചേ. ഇത് കഴിഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ പറഞ്ഞു നീ ഒന്ന് തന്നെ പാടാൻ പറഞ്ഞു. അന്നേരം ഞാൻ തന്നെ പാടിയപ്പോ തീരത്ത് കണ്ടോടാ അവളുടെ വോയിസ്, ഇനി നിങ്ങൾ 2 കൂടെ പാടാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 2 കൂടെ ഇവൻ പാടിയില്ലെന്നേ, തന്നെ പാടിയില്ല. അപ്പൊ എന്റെ തീരത്ത് അത് പൊക്കിയായിരുന്നു. മിമിക്രി ആയിരുന്നോ? ഞാനും മിമിക്രി മോണോറ്റൊന്നും ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായിരുന്നു സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കലാപ്രവർത്തനം? സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതും എനിക്ക് മടുക്കത്തില്ല. അല്ല, സംസാരിക്കലും ഫുഡ് കഴിക്കലും മടുക്കത്തേ ഇല്ല. എത്ര നേരം ഞാൻ സംസാരിച്ചോണ്ടിരുന്നോളൂ. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ മുഖത്ത് ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ വന്നു പോണതാ. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോ എല്ലാവരും പറഞ്ഞ സ്റ്റാൻഡപ്പ് പോയി ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാൻഡപ്പ് ചെയ്യും. എനിക്ക് പേടിയോ. അങ്ങനെ സ്കിറ്റിലേക്ക് വന്ന് കയറിയതാ. പാടിക്കും. ഞാനിങ്ങനെ ഏൻ കളിത്തൊകை മൊഴിയിൽ പാടുகிறாய். ഒന്നുകൂടെ എന്തോ ഒരു 3, 4. ഏൻ കളിത്തൊകை മൊഴിയിൽ പാടുகிறாய், ഏൻ കളിത്തൊകை മൊഴിയിൽ പാടുகிறாய், ഏൻ ഇതാ അവിടെയും പറ്റുന്നേ. ഈ പേടി അവിടെ. ഏൻ കളിത്തൊകை മൊഴിയിൽ പാടുகிறாய், ஏன் கலித்தொகை மொழியில் பாடுகிறாய், ஏன் குறுந்தகை தமிழை தேடுகிறாய், என் பாமர மொழியில் பாடாயோ. கண்கள் பார்த்தேன் கவியானே, இன்னும் பார்த்தால் எங்கே போவேன், உன்னாலே கம்பன் தாண்டுமே, உன்னிதழ் மேலே எழுதுவே. हैरते आशिकी लगा मत फरोज ज़मीन ज़मीन लगा मत. हैरते आशिकी हैरते आशिकी ओ हैरते आशिकी. എനിക്ക് ഭയങ്കര പേടിയായി പാട്ട് പാടാൻ. എല്ലാ പാട്ടുമാണ്, കാരണം തെറ്റിയാ പോയി. ഒരു എന്തെങ്കിലും ഒരു വെള്ളി വീണാലും അതും പോയി.